ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഏഞ്ചൽ ബ്രോക്കിങ്ങിൻ്റെ അകത്ത് എങ്ങനെ ഒരു ആഫ്റ്റർ മാർക്കറ്റ് അവർ ഓർഡർ AMO ഓർഡർ, അതായത് മാർക്കറ്റ് അവർ തുടങ്ങുന്നതിനേക്കാളും മുമ്പ് നമുക്ക് എങ്ങനെ ഓർഡർ പ്ലേസ് ചെയ്യാം എന്ന് ഞാൻ ലൈവായിട്ട് കാണിച്ചു തരാം. പ്രോസസ്സ് കമ്പാരിറ്റീവ്ലി സിമിലർ ആണ്. ഇപ്പോൾ ഉള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ടൈം 8:49, അതായത് മാർക്കറ്റ് തുടങ്ങിയിട്ടില്ല. അപ്പോൾ നമുക്കൊരു AMO ഓർഡർ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ലോവർ ഫിഗറിലൊക്കെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ പെട്ടെന്നുള്ള ആ ഒരു ഫ്ലഷ്, കാരണം മാർക്കറ്റ് ഓപ്പൺ ആവുന്ന സമയത്ത് നല്ല രീതിയിലുള്ളൊരു സ്റ്റോക്കിൻ്റെ മൂവ്മെൻറ്റ്സ് ഉണ്ടാവും എല്ലാ സ്റ്റോക്കുകൾക്കും. അപ്പോൾ അതിൽ നമുക്ക് ക്യാച്ച് ചെയ്യാൻ സാധിക്കും. ഞാൻ ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് ഈ ബോധ കെമിക്കൽസിൻ്റെ അകത്ത് ഒരു 10 ക്വാണ്ടിറ്റി ഞാൻ ഡെലിവറി എടുത്തേക്കുന്നതാണ്. അതിനകത്ത് ഡെലിവറി ഓർഡറാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ ബൈ ക്ലിക്ക് ചെയ്തു. ഞാൻ ക്വാണ്ടിറ്റി അടിക്കേണ്ടടുത്ത് ക്വാണ്ടിറ്റിയും ഇത് ഡെലിവറി തന്നെയാണ് കിടക്കുന്നത്. 10 ക്വാണ്ടിറ്റി എടുത്തു. നമുക്കത് മാർജിനിൽ ബൈ ആണെങ്കിൽ മാർജിനിലേക്ക് നമുക്ക് സ്വിച്ച് ചെയ്യാം. ഡെലിവറി എടുത്തു. മാർജിനിൽ വ്യത്യാസം കാണാൻ സാധിക്കും. നമുക്ക് 519 രൂപ ഉണ്ടെങ്കിൽ 1000 രൂപയുടെ ഏകദേശം സ്റ്റോക്ക് 10 പൈസയ്ക്ക് കിട്ടും. ഏകദേശം ഞാനിപ്പോൾ ഒരു 100.85, ഇപ്പോൾ പ്രൈസ് കിടക്കുന്നത് 103.85 കിടക്കുന്നത്. ആ സമയം ഞാനതൊരു കുറച്ചൊരു 100.85 എന്ന് ചിലപ്പോൾ ഞാൻ ഒരു പ്രൈസ് സഡൻ ഡൗൺ ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ 3-4 രൂപ ചിലപ്പോൾ ചില ദിവസമൊക്കെ ഡൗൺ ആയിട്ട് മുകളിലേക്ക് കയറാറുണ്ട്. അപ്പോൾ അതൊരു ക്യാച്ച് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു ബെനിഫിറ്റായിട്ട് വരും. അത് ഉദ്ദേശിച്ചാണ് ചെയ്യുന്നത്. ഞാൻ ബൈ കൊടുക്കുവാണ്, കൺഫേം ബൈ കൊടുക്കുവാണ്. കണ്ട് നമുക്ക് വായിക്കാൻ സാധിക്കും. ഇക്വിറ്റി മാർക്കറ്റ് ഈസ് ക്ലോസ്, ഓർഡർ വിൽ ബി പ്ലേസ് വൺസ് ദി മാർക്കറ്റ് ഓപ്പൺസ്. നമുക്ക് പ്രൊസീഡ് ചെയ്യണമെന്നാണ് ചോദിച്ചേക്കണേ. ഞാൻ ലൈക്ക് പ്രൊസീഡ് എസ് കൊടുത്തു. ഓർഡർ പ്ലേസ് ചെയ്തു. ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന ഓർഡർ ബുക്കിൻ്റെ അകത്ത് ഡെലിവറി ആയിട്ട് ഈ ഓർഡർ കിടക്കുന്നുണ്ട്, ലിമിറ്റ് ഓർഡറായിട്ട്. ഇതൊക്കെ ലിമിറ്റ് കൊടുക്കാം, മാർക്കറ്റിലും കൊടുത്തിടാം. മാർക്കറ്റ് കൊടുക്കും. മാർക്കറ്റ് ഓപ്പൺ ആവുന്ന സമയത്ത് ഡയറക്റ്റ്ലി ക്ലിക്കാവും. പിന്നെ നമുക്കത് ക്യാൻസൽ ചെയ്യണമെങ്കിൽ ഇവിടെ തന്നെ ക്യാൻസൽ ചെയ്യാനൊക്കെ സാധിക്കും. അത് ക്ലിക്ക് ചെയ്യുക. ഇത് എക്സിക്യൂട്ട് ആവാത്തവരാണ് കാണാത്തത്. ഓർഡർ ഡീറ്റെയിൽസ് ഒക്കെ എടുത്തു നോക്കാനൊക്കെ സാധിക്കും. ഓക്കെ ഫ്രണ്ട്സ്, ഇതാണ് ഇതിൻ്റെ പ്രോസസ്സ് വരുന്നത്. നമുക്കിവിടെ എക്സിക്യൂട്ട് ആയി കഴിഞ്ഞാൽ ഇത് കാണാൻ സാധിക്കും. അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ റിജക്റ്റഡ് കാണാൻ സാധിക്കും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാൻ പഠിക്കേണ്ട. ഏഞ്ചൽ ബ്രോക്കിങ്ങിൽ ഒരു അക്കൗണ്ട് എടുക്കണമെങ്കിൽ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കിടക്കുന്നുണ്ട്. എൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. വോയിസ് ഇട്ടാൽ മതി, അറിയാമെന്ന് പറഞ്ഞുതരാം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ, സീ യു.